ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു കപ്പ് നല്ല വറുത്ത അരിപ്പൊടി, നൈസായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും അരിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ഒരു വശത്തും കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെറുതെ ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. വെള്ളം തിളപ്പിച്ച ശേഷം മാത്രം ചേർത്ത് കൊടുക്കണം. ഈ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ അരിപ്പൊടി പകുതി വേവായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് ഒഴിച്ച് ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് ശർക്കരയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണ് ഉള്ളതെങ്കിൽ അതൊന്ന് ഉരുക്കിയ ശേഷം അതിലേക്ക് നാളികേരം ഇട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ശർക്കര പൊടി ആയതുകൊണ്ട് എളുപ്പത്തിൽ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ അരിപ്പൊടി മിക്സ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കണ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ എത്രയും സോഫ്റ്റ് ആയിട്ട് ഇത് കുഴച്ചെടുക്കുന്നോ അതുപോലെ സോഫ്റ്റ് ആവും നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സ് കേട്ടോ. ഇത് നമുക്ക് ഇനി നമ്മുടെ നൂലപ്പൊക്കെ ഉണ്ടാക്കില്ലേ, ആ അച്ചിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ അരിപ്പൊടി പൊൻകതിർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ നൈസ് അപ്പം പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല അരിപ്പൊടിയാണ്, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ ഈ നൂലപ്പത്തിൻ്റെ അച്ചിലേക്ക് ഞാൻ ഇതൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നൂലപ്പത്തിൻ്റെ അച്ചിൽ സെപ്പറേറ്റ് വെളിച്ചെണ്ണയൊന്നും പുരട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. ഇതിപ്പോൾ ഇങ്ങനെ തിരിച്ച് കറക്കിയിട്ട് അടയ്ക്കണ ഒരു അച്ചാണ്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഞെക്കണതൊക്കെ ഉണ്ടാവും, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഇതേ ഞാനിതിവിടെ ടൈറ്റായിട്ട് അടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിപ്പോൾ ഒരു വാഴയിലയാണ്, ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്ത വാഴയില കേട്ടോ. അതിലേക്ക് ഞാൻ ഈ നൂലപ്പത്തിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ വട്ടനെ ഇങ്ങനെ നൂലപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. നല്ല കനത്തിലൊന്നും ആക്കണ്ട. നൂലപ്പം എത്ര കനത്തിലാണ് നമ്മൾ ഉണ്ടാക്കാറ് വെച്ചെങ്കിൽ അതേ കനത്തിൽ തന്നെ ഇത് ചുറ്റിച്ചു കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇത് ഇത്രയും വലിപ്പത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ നടുക്കിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നടുക്കിൽ മാത്രം ഇത് വെച്ച് കൊടുത്താൽ മതി. പിന്നെ കുറേ അധികം ഒന്നും വെച്ച് കൊടുക്കണ്ട. ഒരു 2 ടീസ്പൂണോളം ഇതിൻ്റെ നടുക്കിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഇലയുടെ ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതൊന്ന് അങ്ങോട്ട് റോൾ ചെയ്തിട്ട് വെക്കുക. മറ്റേ സൈഡും ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഇതുപോലെ തന്നെ റോൾ ചെയ്തിട്ട് വെക്കുക കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. കുട്ടികൾക്ക് ഇതൊരു അടിപൊളി സ്നാക്സ് ആവും ചെയ്യും. ഇതിൻ്റെ 2 സൈഡും കണ്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആ മോൾ ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ അത് അവിടെ ഒട്ടി പിടിച്ചിട്ട് ഇരുന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ നൂലപ്പത്തിൻ്റെ മിക്സ് അതിൻ്റെ മീതെ കുറച്ചും കൂടി ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ഫില്ലായിട്ട് അവിടെ ഇരിക്കും. ഇപ്പോൾ ഇതേ നമുക്കത് കയ്യിൽ ഇതിങ്ങനെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഇനി ഞാനിത് നന്നായിട്ട് തിളച്ച് കിടക്കണ ഒരു സ്റ്റീമറിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. 2 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി നൂലപ്പത്തിൻ്റെ മുഖച്ചായുള്ള ആ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു അടയുടെ ടേസ്റ്റും കോഴിക്കോട്ടയുടെ ടേസ്റ്റും നൂലപ്പത്തിൻ്റെ ടേസ്റ്റും എല്ലാം ചേർന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇവിടെ പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. നല്ല സോഫ്റ്റാണ് കേട്ടോ. നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോഴാണ് ആ പൊടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ കേട്ടോ. കണ്ട, അടിപൊളി സ്നാക്സ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.